നമ്മളെ ദൃശ്യത്തിന്റെ ഫസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ പോകുന്നത് ജിത്തു സാറാണ് ഡയറക്ടർ, ലാലേട്ടനാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാം, ബേസ് അറിയാം. അതിന്റെ കഥ ഫുൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അത് പെർഫോമൻസ്, നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് തോന്നിയത് എനിക്ക് ഒരു ബേസ് ഒരു സ്റ്റോറി ആണ് ജിത്തു സാർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാനിത് കിട്ടിയിട്ട് ഇങ്ങനെ ഇതിൽ നോക്കുക, കട്ടിയുള്ളൊരു പുസ്തക രൂപത്തിൽ സ്പൈറൽ ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ആകെ ഈ ലൊക്കേഷനിൽ 4 ആർട്ടിസ്റ്റിന് മാത്രമേ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുള്ളൂ വായിക്കാൻ. അതിലൊരാളാണ് അൻസീബ. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാരക്ടർ എന്ന്. എന്നിട്ട് പറഞ്ഞത് ഫുൾ വായിച്ച് നല്ലോണം പഠിച്ചിട്ട് അഭിനയിച്ചാൽ മതി എന്ന്. അങ്ങനെ അത് പോയിട്ട് റൂമിൽ ചെന്നിട്ട് സ്ക്രിപ്റ്റ് മുഴുവൻ ഒറ്റയിരിപ്പിന് വായിച്ചു. ക്യാരക്ടർ എന്താണെന്നുള്ളത് ജിത്തു അതാ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞു തന്നു, സിനിമയുടെ ആ ഒരു കഥാതന്ത്വം എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. ബാക്കി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു ഹൻസിബയുടെ? അപ്പൊ ജിത്തു സാറിന്റെ പോർഷൻ ചെയ്തു. ഇനി ഹൻസിബയുടെ കോൺട്രിബ്യൂഷൻ അത് വായിക്കുമ്പോൾ ഞാൻ ഇന്ന മാനറിസംസ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഗെസ്റ്റേഴ്സ് ഇങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു? അത് അങ്ങനെ ഭയങ്കര പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. കുറച്ച് ടെൻഷൻ ഉള്ളിലുണ്ട്, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഫിലിം സ്കൂൾ പോലെ ആയിരുന്നു എല്ലാം. ഇത് വലിയ ആർട്ടിസ്റ്റുകൾ, അപ്പോൾ ഇവരൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ഈവൻ എസ്തർ പോലെ എന്നെക്കാളും ഒരുപാട് പടങ്ങൾ ചെയ്ത ആളാണ്. എക്സ്പീരിയൻസ് കൊണ്ട് എസ്തർ എന്നെക്കാളും സീനിയറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു റിഹേഴ്സൽ സിംഗിൾ ടേക്ക്, എല്ലാം സിംഗിൾ ടേക്കാ. ഒരു സീൻ പോലും റീടേക്ക് എടുത്തിട്ടില്ല പടത്തിന്. അപ്പോൾ 32 ദിവസം കൊണ്ടെങ്ങാണ്ട് ഷൂട്ട് തീർത്തതാണ് ദൃശ്യം. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലെങ്തി ഡയലോഗൊക്കെ വരുമ്പോ എനിക്ക് പേടിയാ, അല്ലെങ്കിൽ ലാലേട്ടനോ പഠിക്കോ കാണാതെ പഠിക്കും. അപ്പൊ എനിക്ക് ടെൻഷനാവും, അയ്യോ ഞാൻ കാരണം ഇനി ഇവർക്ക് റീടേക്ക് എടുക്കേണ്ടി വന്ന. അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ പേടിച്ചാണ് എല്ലാം ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു ചെറിയ ഭയം ഉണ്ടാവണം നല്ലതായിരിക്കും. പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കോൺഫിഡൻസ് ഒട്ടും ഇല്ലെങ്കിലും പ്രശ്നമാണ്. സത്യം. പക്ഷെ ഇപ്പൊ ഹൻസിബ പറഞ്ഞ കുറച്ചൊരു പേടി ഉള്ളത് നല്ലതാന്ന് പറഞ്ഞില്ലേ? എന്നെയൊക്കെ സംബന്ധിച്ച് ആ പേടി മതി കുറച്ചൊന്ന് കൂടാൻ. അത് പോവൊന്നുമില്ല, അതിങ്ങനെ കൂടി ഉള്ള ധൈര്യം കൂടെ പോവെങ്കിലേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു എന്താ പറയാ, പെട്ടെന്ന് നോക്കുമ്പോ ലാൽ സാർ നിൽക്കുന്നു, മീന നിൽക്കുന്നു എന്ന് ആലോചിക്കൂ, നമ്മൾ എങ്ങനെ അത് ഫേസ് ചെയ്യും? നമ്മളൊരു ന്യൂ കമർ, ഇവരുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലേ? ആ ടെൻഷൻ വെച്ച് ഉള്ള ഡയലോഗ് പഠിക്കുന്നത് മറന്നു പോവോ? ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കും കേട്ടോ, ഉള്ള സത്യം ഞാൻ പറയാം. പക്ഷെ അത് വെച്ചിട്ട് ഇത്രയും ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ മോള് നല്ലതായിട്ട് വർക്ക് ചെയ്തു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അത് പ്രേക്ഷകർ അങ്ങ് എന്താ പറയാ 2 കൈയും നീട്ടി അങ്ങ് സ്വീകരിച്ചു. അപ്പം അതൊരു വലിയൊരു ക്യാരക്ടറായിരുന്നു. ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നല്ലോണം പെർഫോം ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഗ്രാഫിൽ പെട്ടെന്ന് ഒരു ഏറ്റക്കുറച്ചിലും, അത് പിന്നെ സെലക്റ്റീവ് ആയതാണോ? സെലക്റ്റീവ് ആയതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ എനിക്ക് അങ്ങനെ സിനിമയെ പറ്റി, സിനിമകൾ കാണും, സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു സിനിമയിൽ വന്ന സസ്റ്റെയിൻ ചെയ്യാൻ എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തരാനോ പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് പ്രോജക്റ്റ് വരുന്നത് ഞാൻ ചെയ്യും, നെക്സ്റ്റ് ചെയ്യും. പക്ഷെ പിന്നീട് മനസ്സിലായൊരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് വേണ്ടി മാത്രം പടം ചെയ്തു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോവും. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റൂല. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ സിനിമകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചിങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം എനിക്ക് മെന്റലി ഭയങ്കര അപ്സെറ്റായി ഞാൻ. പക്ഷെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആർട്ടിസ്റ്റിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ടെലിവിഷൻ മേഖലയിലേക്ക് തിരിയാന്ന്. ആ സമയത്ത് തന്നെയാണ് ടെലിവിഷൻ മേഖലയിൽ എനിക്ക് ആങ്കറിങ്ങിനൊക്കെ അവസരം വരുന്നത്. അപ്പം ഞാൻ ആങ്കറിങ് ചെയ്തിട്ടൊന്നുമില്ല മുന്നേ, പക്ഷെ ഞാൻ പോയി ചെയ്തു. പക്ഷെ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയത് ശരിക്കും പറഞ്ഞാൽ ടെലിവിഷനിൽ വന്നിട്ടാണ്. ശരി. അപ്പം ഞാൻ തീരുമാനിച്ചു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എനിക്ക് നല്ല പടം വരികയാണെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. പടം ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. ഞാൻ സിനിമ നന്നായി കാണുന്ന ആളാണ്. എനിക്ക് മറ്റുള്ളവർ അഭിനയിച്ച സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അസൂയൊന്നും വരാൻ പോകുന്നില്ല. എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ സിനിമകൾ കാണാം, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നു. ഓക്കെ, ആ മെന്റാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഫിലിം ആയാലും ശരി, ഇനി ഏത് സാധനം നമ്മൾ ചെയ്യുവാണെങ്കിലും ഏത് പ്രൊഫഷണലായാലും നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ഇപ്പം മോളിൽ ഹൻസിബ ചെയ്തില്ല, ഓക്കെ വേണ്ട, ഹൻസിബ ചെയ്യുന്നില്ല, സെലക്റ്റീവ് ആണ്, ഓക്കെ ചെയ്യണ്ട, ബാക്കി അടുത്ത ആളെ എടുക്കാം എന്നൊരു പെട്ടെന്ന് ഒരു തോട്ട് വരും ഏതൊരു വ്യക്തിക്കും. അപ്പൊ നമ്മുടെ ചാൻസസ് അവിടെ പൊക്കോണ്ടിരിക്കും. അല്ല, എനിക്കങ്ങനെ വിളിച്ചാലല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആരും വിളിച്ചില്ല എന്നാണ് പരാതി അല്ലേ? അത് മോശമായി പോയി. പക്ഷെ എന്നാലും ഇത്രയും നല്ല കാലിബറുള്ള ഒരു ആർട്ടിസ്റ്റിന് വരാം.
അല്ല അങ്ങനെയല്ല. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. പിന്നെ പ്രൊഡക്ഷന് കുറച്ചും കൂടി ഇന്ന ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഒരു സിനിമയിലെ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത് ആക്ടിങ് എബിലിറ്റി മാത്രം നോക്കിയിട്ടായിരിക്കില്ല. ചിലപ്പോൾ ആ ആർട്ടിസ്റ്റിന് ഉള്ള ഒരു ജനപ്രീതി, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ സെല്ല് ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും. അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ വീക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിളിക്കൂല. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ വീക്ക് ആയതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അല്ല, അപ്പൊ ഈ നമ്മൾ ഈ ഒരു ഓഡിഷൻ സമയത്തൊക്കെ പോയപ്പോ എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ആം ആൻ ആർട്ടിസ്റ്റ് എന്നുള്ള സ്വയം പ്രൂവ്ഡ് ആയത് എപ്പോഴാ? ഐ ആം റെഡി ടു ഡു ഇറ്റ്. എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ശരിക്കും വന്ന ദൃശ്യം 2 ചെയ്തപ്പോഴായിരുന്നു. വൺ ചെയ്തപ്പോ ആഗ്രഹമായിരുന്നല്ലോ, സിനിമ ചെയ്യാനുള്ള കൊതിയായിരുന്നു. പക്ഷെ 2 ചെയ്തപ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി. അതിൽ വന്ന് നിന്നതിന് ശേഷം ഒരു സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസും സിനിമയിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസും ഡിഫറെന്റ് അല്ലേ. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു. ഇപ്പം ഞാൻ ദൃശ്യം 2 ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആക്ടിങ് ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഐബോൾസ് ഒക്കെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതിൽ പോലും ഭയങ്കര വ്യത്യാസം ഉണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ദൃശ്യം 2 അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ അഭിനയത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിംഗ് ആയിരുന്നു. നമ്മളത് പഠിച്ചപ്പോൾ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് തോന്നിയല്ലേ? ഇനി ആ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാം, ഒരു കോൺഫിഡൻസ് കൂടി. പിന്നെ ഞാൻ പണ്ട് ഇപ്പം നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ വിചാരിക്കുമല്ലോ, ഈ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കും. പക്ഷെ ഞാൻ ചില സിനിമകൾ ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ സ്ക്രീനിൽ ഇനാക്ട് ചെയ്യുന്നത് ഞാൻ അറിയാതെ ഞാൻ സീറ്റിലിരുന്നിട്ട് അതുപോലെ ഇനാക്ട് ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ഉള്ളിൽ ഉണ്ട്, അതുണ്ട്. അമ്മ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ, അതുകൊണ്ട് ആ ഒരു മനസ്സിനകത്ത് ആഗ്രഹം വെച്ചിട്ടാണ് കുഞ്ഞായത്. അപ്പൊ കുഞ്ഞിന്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു അല്ലേ? അതെ. പിന്നെ ഞാനിങ്ങനെ തിയേറ്ററിൽ ഇരുന്നത് ഞാൻ തന്നെ ഇനാക്ട് ചെയ്തിട്ട് ഈ ഡയലോഗ് ഞാൻ തന്നെ പറയണം. അതേ ഇമോഷൻ എനിക്ക് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി സ്പോണ്ടേനിയസ് ആയിട്ട് അറിയാതെ വരുന്നത്. അപ്പം ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്ത് ഈ തിയേറ്ററിലല്ല അടുത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർ നോക്കുന്നുണ്ടോന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കും, അത് കഴിഞ്ഞിട്ട് അറിയാത്ത പോലെ വീണ്ടും ഇരിക്കും. പക്ഷെ ഞാൻ അറിയാതെ വീണ്ടും ഇത് ചെയ്തോണ്ടിരിക്കും. അല്ല, അപ്പം വീട്ടിൽ ചെന്നിട്ട് ഈ ഹോംവർക്ക് പോലെ മിറർ വർക്ക് ചെയ്യാറുണ്ട്? പണ്ട് മിറർ വർക്ക് ഭയങ്കരമായിട്ട് മിററിൽ നോക്കിയിട്ട് കുറെ ഈ ദൃശ്യം 1 ചെയ്യുന്ന സമയത്ത് മിററിൽ നോക്കി ഫുൾ ആക്ടിങ് ആയിരുന്നു. കണ്ണാടിക്ക് ജോലിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാറിന്റെ മുന്നിൽ പെർഫോം ചെയ്യാനായിരുന്നു കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. പക്ഷെ ഒരാള് എൻ്റെ ഇപ്പോൾ എനിക്ക് കുളൂർ മാഷായിരുന്നു ആക്ടിങ് ക്ലാസ് ചെയ്തു തന്നിരുന്നത്. അപ്പൊ ഞാൻ സാറിന്റെ മുന്നിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുമല്ലോ. അതെ, മറ്റേത് ഞാൻ ഇനി മിസ്റ്റേക്ക് ആണോ ചെയ്തോണ്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആസ് എ ഡയറക്ടർ അദ്ദേഹം പറയുമല്ലോ, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അയാൾക്ക് വേണ്ടിയത്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുന്നതാണ് ഫൈനൽ. അതെ. അപ്പൊ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി ദൃശ്യം 3 ഉണ്ടോ? അതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറയണു. ഒരു അപ്ഡേറ്റ്സും ഇല്ല, ഒന്നും നമുക്ക് അറിയില്ല. ദൃശ്യം 3 ഉണ്ടെന്ന് ഒഫീഷ്യലി പ്രൊഡ്യൂസർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ലാലേട്ടനും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. വരുമ്പോ അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ നമ്മളെ ബെറ്റർ ആക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ എങ്ങനെ ഒരു മോൾഡ് ചെയ്യാൻ പറ്റും, അതാണല്ലോ നമ്മുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് അല്ലേ? Let's cook with love.